വയനാടിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം. നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അതേപോലെ തന്നെ പകൽ സമയത്ത് അത്യാവശ്യം ചൂടൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. നല്ല രീതിയിൽ മഴ കിട്ടുന്ന സ്ഥലമാണ്. വയനാട് ഒരു വീട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പരിഗണിക്കേണ്ട കാര്യങ്ങളാണ് പകൽ സമയത്തെ ചൂട്, മഴ എന്നിവ ഒക്കെ. വയനാട് മീനങ്ങാടിക്ക് അടുത്ത് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, ജോഷി റെസിഡൻസിനെ പറ്റിയാണ് ഈ വീഡിയോ. ഞാൻ റമീസ് അലി, എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. വയനാട് മീനങ്ങാടിക്ക് അടുത്ത് കരണ്ടിയിലാണ് നമ്മുടെ ഈ ഒരു സൈറ്റ് ഉള്ളത്. നല്ലൊരു അടിപൊളി ലൊക്കേഷനിലാണ് സൈറ്റ് ഉള്ളത്. സൈറ്റിൻ്റെ ഈസ്റ്റ് സൈഡിൽ നല്ലൊരു വാലി വ്യൂ നമുക്ക് ലഭിക്കുന്നുണ്ട്. വെസ്റ്റ് സൈഡിൽ ഫുൾ ട്രീസ് ആണ്. നോർത്ത് സൈഡിലായിട്ട് റോഡ് പോകുന്നത്, സൗത്ത് സൈഡിൽ വേക്കൻറ്റ് ലാൻഡാണ്. അത്തരത്തിലാണ് നമ്മൾ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന സൈറ്റിൻ്റെ ഒരു അവസ്ഥ. അതുകൊണ്ട് തന്നെ സൈറ്റിൻ്റെ പോസിറ്റീവ്സും മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു അപ്രോച്ച്. സൈറ്റിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത് 10 സെൻറ്റാണ്. സൺപാത്ത് അനാലിസിസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് സണ്ണിൻ്റെ ആ ഒരു ഡയറക്ഷൻ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് പോകുന്ന ഇത്തരത്തിലാണ്. നമ്മളെ വീട്ടിൽ മോർണിംഗ്സിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക കിച്ചൺ, ഫാമിലി ലിവിങ്, ഡൈനിങ് ഏരിയാസിലൊക്കെ ആയിരിക്കും. കാരണം കിച്ചണിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും അതേപോലെ ലഞ്ച് ഉണ്ടാക്കാനൊക്കെ ആയിട്ടുള്ള നമ്മൾ കൂടുതൽ ടൈം കിച്ചണിൽ സ്പെൻഡ് ചെയ്യും. അതേപോലെ തന്നെ ഡൈനിങ് ഏരിയാസ്, ഫാമിലി ലിവിങ്സിലൊക്കെ ആയിരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ പൊസിഷൻ ചെയ്യാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു ഈസ്റ്റ് സൈഡിലേക്കാണ്, ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. കാരണം നല്ല മാക്സിമം ലൈറ്റ് വീടിനകത്തേക്ക് മോർണിംഗ്സിലും ടിൽ ആഫ്റ്റർനൂൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസ്റ്റ് സൈഡിൽ കിച്ചൺ, ഡൈനിങ്, ഫാമിലി ലിവിങ് ഇങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നായിരുന്നു നമ്മൾ തീരുമാനിച്ചത്. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക നമ്മുടെ ബെഡ്റൂംസിലും ഒക്കെ ആയിരിക്കും. കാരണം ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഉറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബെഡ്റൂംസിലൊക്കെ ആയിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബെഡ്റൂംസ് വെസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ഡിസൈഡ് ചെയ്തത്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് നമ്മൾ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. കിച്ചണോട് ചേർന്ന് നമ്മൾ ഡൈനിങ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിനോട് ചേർന്ന് നമ്മൾ ഫാമിലി ലിവിങ് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് സ്റ്റെയർ കേസും വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് നമ്മൾ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് ആണുള്ളത്. അതിൽ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. മറ്റേ ബെഡ്റൂമിന് ഒരു കോമൺ ടോയ്ലറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഫോമൽ ലിവിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു കോർട്ട്യാർഡ് സ്പേസ്, ഒരു ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസ് കൊടുക്കാൻ കൂടി നമ്മൾ ഈ ഒരു വീട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻട്രി ഏരിയ, അതായത് വീടിനകത്തേക്ക് എൻട്രി ചെയ്യുന്നത് സിറ്റ് ഔട്ട് വഴിയാണ്. 3 പാർട്ടായിട്ടാണ് നമ്മൾ ഈ ടോട്ടൽ വീടിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ മിഡ് പാർട്ടിൽ വരുന്നത് ഫോമൽ ലിവിങ്, ആ ഒരു കോർട്ട്യാർഡ്, വർക്ക് ഏരിയ ഇങ്ങനെയാണ്. ലെഫ്റ്റ് സൈഡിൽ, അതായത് സൗത്ത് ഈസ്റ്റ് കോർണർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വരുന്നത് കിച്ചൺ, ഡൈനിങ്, ഫാമിലി ലിവിങ് ആണ്. അതേപോലെ തന്നെ സൗത്ത് വെസ്റ്റ് കോർണറിൽ വരുന്നത് ബെഡ്റൂമാണ്. ആ ഒരു പാർട്ടിൽ നമ്മൾ 2 ബെഡ്റൂംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലാണ് നമ്മൾ ഒരു ടോട്ടൽ വീടിൻ്റെ പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ വെസ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് ട്രീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം സൺ ആ ഡയറക്ഷനിൽ പോയാൽ പോലും വീടിനകത്തേക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ ഹീറ്റ് സണ്ണിൽ നിന്ന് വരിക എന്നുള്ളത് നമുക്കറിയാം. കാരണം ആ ഒരു സൺ മോർണിംഗ്സിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ ഉച്ചയാകുമ്പോൾ നല്ല ചൂടായിരിക്കും വീടിനകത്തേക്ക്. എന്നാൽ അത് ഈ ഒരു വീടിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ട്രീസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. വെസ്റ്റ് സൈഡിലുള്ള ഈ ഒരു ട്രീസ് നമുക്ക് നല്ലൊരു ഷെയ്ഡ് ഉച്ചയ്ക്ക് ശേഷം തരുന്നതുകൊണ്ട് തന്നെ വീടിനകത്തേക്കുള്ള ആ ഒരു ചൂട് മാക്സിമം കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബെഡ്റൂംസിനകത്ത് ഉച്ചയ്ക്ക് ശേഷം നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ഉറങ്ങാനൊക്കെ സാധിക്കും. വിൻഡോസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ബേ വിൻഡോസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫാമിലി ലിവിങ്ങിൽ ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിൽ ഒരു ബേ വിൻഡോ ഒക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. മാക്സിമം വെളിച്ചം വീടിനകത്തേക്ക് ലഭിക്കത്തക്ക രീതിയിലാണ് നമ്മൾ വിൻഡോസ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്നാലും വെയിൽ അടിക്കാത്ത രീതിയിൽ കൂടി നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വിൻഡോസ്, ഡോർ ഫ്രെയിംസ് എല്ലാം തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് സ്റ്റീൽ വെച്ചിട്ടാണ്. കസ്റ്റം മെയ്ഡ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ഈസ്റ്റ് സൈഡിൽ നല്ലൊരു വാലി വ്യൂ നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മളൊരു ബാൽക്കണി ആ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഒരു ബാൽക്കണി ഉണ്ട് നമുക്ക്. എന്നാലും നമ്മൾ ഒരു അഡീഷണൽ ബാൽക്കണി ഈസ്റ്റ് സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പാറ്റിയോ ഡൈനിങ്ങിൽ നിന്ന് എൻ്റർ ചെയ്യുന്ന രീതിയിൽ ഈസ്റ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുവഴി നല്ല വെളിച്ചം വീടിനകത്തേക്ക് ലഭിക്കും. വീടിനകത്തേക്ക് എല്ലാ ഡയറക്ഷനിലും വെളിച്ചം അല്ലെങ്കിൽ ക്രോസ് വെന്റിലേഷൻ കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ വിൻഡോസ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിൽ മൊത്തം 4 ബെഡ്റൂംസ് ആണ് ഉള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം, ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം.
ഫസ്റ്റ് ഫ്ലോറിൽ നോർത്ത് വെസ്റ്റ് കോർണറിൽ ഒരു ബെഡ്റൂം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബെഡ്റൂം ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള ബെഡ്റൂമാണ്. അതേപോലെ തന്നെ സൗത്ത് വെസ്റ്റിൽ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ആ ബെഡ്റൂമിന് ഒരു കോമൺ ടോയ്ലറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറിലും ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ബെഡ്റൂംസിലേക്കുള്ള ടോയ്ലറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ബെഡ്റൂമിൻ്റെ പൊസിഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു അപ്പർ ലിവിങ് ഏരിയ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ കോർട്ട്യാർഡിലേക്ക് ഒരു സീൻ ബിലോ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോമൽ ലിവിങ്ങിലേക്കും ഫാമിലി ലിവിങ്ങിലേക്കും നമ്മൾ സീൻ ബിലോ കൊടുത്തിട്ടുണ്ട്. വീടിനകത്ത് അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ഒരു ഓപ്പൺ ഫീല് നമുക്ക് ലഭിക്കും. അതായത് ഫസ്റ്റ് ഫ്ലോർ ഉണ്ടെങ്കിൽ പോലും എല്ലാ ഏരിയയിൽ നിന്നും നമുക്ക് മുകളിലേക്ക് ഒരു ഡബിൾ ഹൈറ്റ് ഫീൽ കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീടായിട്ട് നമുക്ക് വീടിനകത്ത് ഓവറോൾ നമുക്ക് ഫീൽ ചെയ്യും. ഫസ്റ്റ് ഫ്ലോറിൽ പിന്നെ ഈസ്റ്റ് സൈഡിലേക്ക് നമ്മളൊരു ബാൽക്കണി കൊടുത്തുകൊണ്ട് തന്നെ അതുവഴി നല്ല കാറ്റും വെളിച്ചവും എല്ലാം തന്നെ ഒരു അപ്പർ ലിവിങ് ഏരിയയിലേക്ക് നമുക്ക് മോർണിംഗ്സിലാണെങ്കിൽ നല്ല രീതിയിൽ ലഭിക്കും. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് അത് ലഭിക്കത്തക്ക രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ കോർട്ട്യാർഡിൻ്റെ മുകളിൽ ഉള്ള ആ ഒരു ഏരിയയിൽ നമ്മളൊരു ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുവഴി നമ്മൾ കോർട്ട്യാർഡിലേക്ക് നല്ല വെളിച്ചം വീടിനകത്തേക്ക് ത്രൂ ഔട്ട് ആ ഒരു ലൈറ്റ് സ്പ്രെഡ് ചെയ്യാൻ കൂടി സഹായിക്കും. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ 1492 സ്ക്വയർ ഫീറ്റ് ആണ്. ഫസ്റ്റ് ഫ്ലോർ ഏരിയ 1256 സ്ക്വയർ ഫീറ്റ്. ടോട്ടൽ ഏരിയ വരുന്നത് 2748 സ്ക്വയർ ഫീറ്റ് ആണ്. നമ്മുടെ പ്രൊജക്ട്സ് നമ്മൾ ചെയ്യുന്ന പ്രൊജക്ട്സ് നമ്മൾ പാലിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രൊഡക്റ്റ്, ആ ഒരു വീട് വാല്യൂ ഫോർ മണി ആയിരിക്കണം എന്നുള്ളത്. ഈ വീട്ടിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഒരുപാട് വലിയ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് ഒക്കെ ഉണ്ട്. അതൊക്കെ തന്നെ നമ്മൾ വുഡിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല കോസ്റ്റ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ അവിടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റം മെയ്ഡ് ടാറ്റ സ്റ്റീൽ കൊണ്ടാണ് നമ്മൾ അതെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. അത്തരത്തിലൊക്കെയാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. നമുക്കറിയാം വയനാട്ടിൽ ഒരുപാട് മഴയൊക്കെ കിട്ടുന്നതാണ്. ത്രൂ ഔട്ട് ഇയർ നല്ല മഴ പെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മഴവെള്ളത്തിനൊക്കെ ഡ്രെയിൻ ചെയ്യാനും അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കത്തക്ക രീതിയിലാണ് സ്ലോപ്പെല്ലാം തന്നെ സ്ലോപ്ഡ് റൂഫെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ റൂഫിനകത്ത് മാക്സിമം നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗത്ത് ഫ്ലാറ്റ് റൂഫാണ്. അവിടെയൊക്കെ തന്നെ നല്ല ഡ്രെയിനേജ് ഫെസിലിറ്റീസും വാട്ടർ പ്രൂഫിങ്ങും എല്ലാം തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്ലോട്ടിലേക്ക് വരുന്ന റോഡ് നോർത്ത് സൈഡിലൂടെയാണ് വരുന്നത്. നമ്മുടെ പ്ലോട്ടിൻ്റെ ലെവലിനെ അപേക്ഷിച്ചിട്ട് നമ്മുടെ വെസ്റ്റ് സൈഡിലുള്ള പ്ലോട്ട് കുറച്ചുകൂടി മുകളിലാണ്. അവിടെ ഒരുപാട് ട്രീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ട്രീസിൻ്റെ ആ ഒരു ഷാഡോ നമുക്ക് ഉച്ച കഴിഞ്ഞ ശേഷം നമ്മുടെ സണ്ണ് വെസ്റ്റ് സൈഡിലേക്ക് പോകുന്നതിനനുസരിച്ച് ഷാഡോസ് നമ്മളെ വീട്ടിലേക്ക് ലഭിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വീടിനകത്തേക്കുള്ള ഒരു ചൂട് മാക്സിമം കുറയ്ക്കാൻ പറ്റും. ഈസ്റ്റ് സൈഡിൽ ഇപ്പം ഒരു സിംഗിൾ സ്റ്റോറിയുടെ വീടുണ്ട്. ആ വീട് നമ്മുടെ പ്ലോട്ടിനെ അപേക്ഷിച്ചിട്ട് താഴെയാണ് നിൽക്കുന്നത്. കുറച്ചുകൂടി താഴ്ന്ന ലെവലിലാണ് നിൽക്കുന്നത്. അതിന് താഴേക്ക് പിന്നെ തട്ടുതട്ടായിട്ട് പ്ലോട്ട് പോവുകയാണ്. റോഡും താഴേക്ക് ഇറങ്ങി പോവുകയാണ്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും ഈസ്റ്റ് സൈഡിൽ നല്ലൊരു വാലി വ്യൂ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോർണിംഗ്സിൽ നല്ല സൺലൈറ്റ് വീടിനകത്തേക്ക് ലഭിക്കും. ആഫ്റ്റർനൂൺസിൽ വീട് ചൂടാവുന്ന ആ ഒരു ടൈമിൽ നമുക്ക് നല്ല ഷാഡോസ് വെസ്റ്റ് സൈഡിൽ ഒരുപാട് ട്രീസ് ഉള്ളതുകൊണ്ട് നല്ല ഷാഡോസ് ലഭിക്കുന്നതുകൊണ്ട് തന്നെ വീടിനകത്തേക്ക് മാക്സിമം ചൂട് കുറയ്ക്കാൻ അത് സഹായിക്കും. അപ്പോൾ ഈ വീടിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.